എവിടുന്നാ വേർത്ത് കുളിച്ച് ക്ഷീണിച്ച് വരുന്നത്? സുമാരാ, ഞാൻ ആ പാറ്റൻ്റെ വീടൊന്ന് കാണാൻ പോയത്. ഇനി ഏത് പറ്റേൻ്റെ ആ കുടിൽ വിളിച്ചോ? ആടോ, എന്തൊരു നായ്ക്കളാണ്ടോ അത് ചെയ്തത്. ആ പാവങ്ങളെ കുടിലൊക്കെ പൊളിച്ച് നാശമാക്കിയിട്ടിരിക്കുന്നു. ആരാ അത് പൊളിച്ചളഞ്ഞത്? കാട്ടിൻ്റെ ആ ഉദ്യോഗസ്ഥന്മാരാന്നൊക്കെ ഓര് പറഞ്ഞു. ഐറ്റിയൊക്കെ അത്രയല്ലേ അറിയുള്ളൂ. ഓൾക്ക് അന്തിറങ്ങാറ് കുരലുണ്ടായില്ലേ? അതല്ലടോ, ഐറ്റിക്ക് തിന്നാനുള്ള അരി പോലും ഇല്ലടോ. ചോറൊക്കെ വെച്ച പാത്രം വരെ എടുത്ത് എറിഞ്ഞാഞ്ഞിടോ. അല്ല, 4-5 കൊല്ലമായിട്ട് അവർ നടക്കുന്ന പീടിൻ്റെ പണി എന്തേ? എങ്ങനെയാ അത് തീരുക? എങ്ങനെയായാലും തീരൂല. അതാകെ 4 ലക്ഷമാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. ഈ 4 ലക്ഷത്തിൽ അത് എടുത്തോൻ എന്ത് ചെയ്യും? ഓനൊരു സബ്ബ് കൊടുക്കും 3 ലക്ഷത്തിന്. 1 ലക്ഷം ഓൻ്റെ കീശയിൽ. പിന്നെ ബാക്കി എത്രയുണ്ട്? 3. ആ 3-ൽ ഓൻ വേറൊരു സബ്ബ് കൊടുക്കും. അത് 2-ന് കൊടുക്കും. അപ്പോൾ എത്ര പോയി? 2 പോയി. പിന്നെയുള്ളത് എത്രയാ? 2. ആ 2 ഓൻ പിന്നെയും കൊടുക്കും. ഒക്കെ പാടായി. ഈറ്റുകളടുത്തേക്ക് എത്തുമ്പോഴേക്ക് 50,000 ഉറുപ്പ്യ ഉണ്ടാവും. എവിടെ 40,000 കിട്ടിയാലായി. ആ 40,000 40,000. ഈ 40,000 കൊണ്ട് പോര ഉണ്ടാക്കാൻ കഴിയുമോ സുമാരാ? ഉണ്ടാകാൻ പറ്റില്ല, കഴിയൂല. അപ്പോൾ പിന്നെ ഐറ്റകൾ ഇങ്ങനെയൊക്കെ അല്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കുക? എൻ്റെ ചുള്ളിക്കമ്പൊക്കെ വെച്ച് ഉണ്ടാക്കുക അല്ലാതെ എന്താ ചെയ്യും? അങ്ങനെയമ്മേ, ഇവിടെ കോടിക്കണക്കിന് ഉറുപ്പ്യേൻ്റെ വനസ്വത്തുകളും ഇവർക്ക് അനുവദിച്ച പൈസയൊക്കെയാണ് പിന്നെ ഒരു തടിച്ചു മാറ്റി കൊണ്ടുവന്നത്. ഇവരൊക്കെ എന്ത് കിട്ടി? വല്ലാത്ത കഷ്ടം തന്നെയാണ് സുമാര. അത് മാത്രമല്ല, വലിയ വലിയ പണക്കാർ റിസോർട്ട് ഉണ്ടാക്കണ്. ഇപ്പോൾ അതാ ഒരുത്തുണ്ട് പോലെ കുതിരലായ ഉണ്ടാക്കണ്. എവിടെത്? ആടെ അതിൻ്റെ അടുത്ത്. അതിന് ഗവൺമെൻറ്റിന് ഒരു പ്രശ്നവും ഇല്ല പോലെ ഉണ്ടാക്കണതിന്. ഐറ്റകൾ ഇതിനെ പൊളിച്ചത് അതിനാൻ പോലെ. ഓർക്ക് കുതിര പായുമ്പം കുടിലിന് കേടുവരും എന്നിട്ട് കുടിൽ പൊളിച്ചാഞ്ഞിക്കുക. വല്ലാത്ത തിയറിയാണ് മോനെ അതൊക്കെ. ഇവിടെ പണമുള്ളവനൊരു നിയമം. അതാണ് പറഞ്ഞത്. പണമുള്ളവനൊരു നിയമം, അല്ലാത്തവൻ കഷ്ടപ്പെടുക. എന്ത് ചെയ്യാനാ? ആ പാവങ്ങൾ കരയിന് കണ്ടിട്ട് കരൽ പൊട്ടി പോവുക. എന്താ ചെയ്യുക സുമാര? നമ്മളൊക്കെ നിസ്സഹായരാ സുമാര. അല്ല, വനം മന്ത്രിയൊക്കെ ഇടപെട്ടില്ല. എന്ത് മന്ത്രിയടോ? ഇപ്പോൾ അത് ഇറ്റളെ സസ്പെൻഡ് ചെയ്യും. 2 ദിവസം കഴിഞ്ഞാൽ ഈലും നല്ല പോസ്റ്റിൽ ഒരു കൊണ്ടിടുകയും ചെയ്യും. അതുണ്ടാവും. ഇറക്കുന്നവനെ തുരന്ന് തിന്നണ ഏർപ്പാടല്ലടോ. ഈറ്റകളൊക്കെ മുടിഞ്ഞു പോവടോ. പുയ്ത്തിട്ടേ ചാവുള്ളൂ. അല്ല പിന്നെ